തിരുവനന്തപുരം ബാറിൽ എത്രയോ കോൺഗ്രസ് നേതാക്കളുണ്ട്, അഭിഭാഷകരായ സമർത്ഥരായ അഭിഭാഷകരുണ്ട്. അവരെയെല്ലാം മാറ്റി നിർത്തി എന്തുകൊണ്ടാണ് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകാൻ ഒരു RSS നേതാവിനെ ചുമതലപ്പെടുത്തിയത്? ഒരു RSSകാരനായ അഭിഭാഷകനെ ചുമതല. എന്താണ് സോഴ്സ്? അത് ഞാൻ പറഞ്ഞത് ക്രൈം സിൻഡിക്കേറ്റ് എന്ന പദം കേവലമായ ഏതെങ്കിലും ഇപ്പോൾ ഉയർന്നു വന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ധാരയെ മാത്രം ആസ്പദിക്കുക. അക്ഷരാർത്ഥത്തിൽ ക്രൈം സിൻഡിക്കേറ്റാണ്. അതിൽ ധാർമ്മികത എന്നൊരു വാക്കില്ല, ഒരർത്ഥത്തിലുമില്ല. സംശയമുണ്ടോ? രാഹുലിൻ്റെ മുഴുവൻ ഗൈഡൻസും ക്രൈം സിൻഡിക്കേറ്റാണ്. മുഴുവൻ ഗൈഡൻസും ക്രൈം സിൻഡിക്കേറ്റിൻ്റെ കയ്യിലാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി ഇവിടെ പ്രസക്തമാണ്. ഈ ക്രൈം സിൻഡിക്കേറ്റിന് BJPയുമായി അവിശുദ്ധ ബന്ധമുണ്ട്. അതിൻ്റെ തെളിവാണ് മുൻ ABVPയുടെ നേതാവ്. തിരുവനന്തപുരം ബാറിൽ എത്രയോ കോൺഗ്രസ് നേതാക്കളുണ്ട്, അഭിഭാഷകരായ സമർത്ഥരായ അഭിഭാഷകരുണ്ട്. അവരെയെല്ലാം മാറ്റി നിർത്തി എന്തുകൊണ്ടാണ് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകാൻ ഒരു RSS നേതാവിനെ ചുമതലപ്പെടുത്തിയത്? ഒരു RSSകാരനായ അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയത്? ഇതെല്ലാം ചേർത്ത് വായിക്കണം നിങ്ങൾ. പിന്നെ പോട്ടെ, ഇതിനു മുമ്പ് ഇത് സംബന്ധിച്ച് ഉയർന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ BJP നേതൃത്വത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അതെല്ലാം രാഷ്ട്രീയമായി തന്നെ എക്സ്പോസ് ചെയ്യപ്പെടും, ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ കയ്യിലാണെന്ന് കോൺഗ്രസ്. ഇവർ അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യും. ഇതര സംസ്ഥാനങ്ങളിലെ അവരുടെ അധികാരം പോലും, ഇതര സംസ്ഥാനങ്ങളിൽ ലഭിച്ച അധികാരം പോലും ഈ ക്രൈം സിൻഡിക്കേറ്റ് പണമുണ്ടാക്കുന്നതിനുള്ള വലിയ ഉറവിടമായി കാണുകയാണ്. കർണാടക മാത്രമല്ല, തെലങ്കാന ഉണ്ടല്ലോ. കർണാടക മാത്രമല്ല, തെലങ്കാനയിൽ അധികാരം കിട്ടിയിട്ടുണ്ടല്ലോ. യുവനേതാക്കൾ ഞാൻ പറഞ്ഞല്ലോ, യുവനേതാക്കൾ തീർച്ചയായിട്ടും ഒരു വിഭാഗം യുവനേതാക്കളാണ്. ഞാൻ ഒരു കാര്യം കൂടി, ഒരു സീരീസ് ഓഫ് ക്രൈം അല്ലേ? നിങ്ങൾ നോക്ക്, സമീപകാലത്ത് പുറത്ത് വന്ന ക്രൈമുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വോട്ടർ പട്ടിക, അവരുടെ ഈ പറയുന്ന വ്യാജ ID തിരിച്ചറിയൽ കാർഡ്, വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി പിരിച്ച പണം ഒരു കൂസലുമില്ലാതെ തട്ടിയില്ലേ? എന്നിട്ട് എന്താ മനോഭാവം? ഹൂ കെയേഴ്സ്? ഇതൊക്കെ ആര് ചോദിക്കാൻ? ഞങ്ങളിതിനപ്പുറത്തതും ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം കൊണ്ട് വെളുപ്പിച്ചെടുക്കാനുള്ള PR ഏജൻസികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിനുള്ള പണം ഞങ്ങളുടെ കയ്യിലുണ്ട്. പണമാണ് അനധികൃതമായി കയ്യിൽ വന്നു കൂടിയിരിക്കുന്ന വലിയ പണം. ആ പണം ഉപയോഗിച്ച് ഏതിരയെയും ഞങ്ങൾ ആക്രമിക്കും. ഞങ്ങൾക്കെതിരെ, അത് KC വേണുഗോപാലിൻ്റെ ഭാര്യ മുതൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ ഞങ്ങൾക്കെതിരെ മിണ്ടിയാൽ തകർത്ത് കളയും. അതിനുള്ള പണം ഞങ്ങളുടെ കയ്യിലുണ്ട്, ആരുണ്ടടാ ചോദിക്കാൻ എന്ന് പറഞ്ഞൊരു ക്രൈം സിൻഡിക്കേറ്റ് രാജ്യത്തൊരു പാർട്ടിയെ, ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ വരച്ച വരയിൽ വളയത്തിൽ വെച്ചിരിക്കുകയാണ്.